നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. മലയോര പട്ടയം വിവരശേഖരണം മാർച്ച് 15 മുൻപ് അപേക്ഷകൾ നൽകാം. നിർമ്മാണം പൂർത്തിയാക്കിയ 6 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും ഭവന നിർമ്മാണ വകുപ്പും സംയുക്തമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സീപ് VIP ടാഗ് ലൈൻ വീഡിയോ പ്രകാശനം ചെയ്തു. കിളികളും കൂളാവട്ടെ ക്യാമ്പയിന് കോഴിക്കോട് തുടക്കമായി. അഴകോടെ കേരളം ആലപ്പുഴ കളക്ടറേറ്റിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ദുരന്ത നിവാരണത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി. വാർത്തകൾ വിശദമായി. 1977 ജനുവരി 1 മുൻപായി വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്ന മുഴുവൻ പേർക്കും അതത് പ്രദേശത്ത് ബാധകമായ പതിവ് ചട്ടങ്ങൾ പ്രകാരം യോഗ്യതയ്ക്കനുസൃതമായി പട്ടയം നൽകാനുള്ള നടപടിയുടെ ഭാഗമായി സമഗ്ര വിവരശേഖരണം നടന്നുവരികയാണ്. ഇതിലേക്കുള്ള നിശ്ചിത ഫോറത്തിന്റെ മാതൃക എല്ലാ വില്ലേജ് ഓഫീസുകളിലും ലഭ്യമാണ്. പൂരിപ്പിച്ച വിവരശേഖരണ ഫോറവും കൈവശം തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകളുടെ പകർപ്പുകളും സഹിതം മാർച്ച് 15 മുൻപായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ നൽകാം. കേരളത്തിലെ മലയോര മേഖലയിൽ പട്ടയത്തിന് പുതിയ അപേക്ഷ സ്വീകരിക്കാനും സംയുക്ത വെരിഫിക്കേഷൻ നടത്താനും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതിനു പിന്നാലെയാണ് വിവരശേഖരണം ആരംഭിച്ചത്. വനമന്ത്രി AK ശശീന്ദ്രനും റവന്യൂ മന്ത്രി K രാജനും കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദർ യാദവ്, സഹമന്ത്രി അശ്വനി കുമാർ ചൗബെ എന്നിവരുമായി കഴിഞ്ഞ മാസം നടത്തിയ കൂടിക്കാഴ്ചയുടെ ഫലമായാണ് അനുമതി ലഭിച്ചത്. 1993 പുതിയ ചട്ടപ്രകാരം 1977 മുൻപ് കുടിയേറിയവരുടെ പുതിയ പട്ടയം അപേക്ഷ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് കുടിയേറ്റക്കാരുടെ ബന്ധുക്കളുടെയും പട്ടയം കൈമാറ്റം ചെയ്തവരുടെയും അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരുമായി മന്ത്രിമാർ ചർച്ച നടത്തിയത്. മലയോര മേഖലയിൽ പുതിയ അപേക്ഷ സ്വീകരിക്കാനും അതിൻ്റെ ഭാഗമായുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താനും കേരളത്തിന് പ്രത്യേക അനുവാദം ലഭിച്ചു. മലയോര പട്ടയം വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മാർച്ച് 1 തൃശൂർ മാന്നാമംഗലം വില്ലേജ് ഓഫീസിൽ റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഈ ചുരുങ്ങിയ കാലയളവിൽ 478 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞത് വലിയ ജനകീയ മുന്നേറ്റമാണെന്ന് മന്ത്രി പറഞ്ഞു. വെൺമണി, വെളിയമറ്റം, മൂത്തക്കുന്നം, കോട്ടുവള്ളി, അയ്യമ്പുഴ, കടലുണ്ടി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാണ് ഉദ്ഘാടനം ചെയ്തത്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് വില്ലേജ് ഓഫീസുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ പുതിയ 7 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പെരിങ്ങമല, ആറ്റിങ്ങൽ അവനവഞ്ചേരി, ആലങ്ങാട്, തൊട്ടിപ്പാൾ, പടിയം, കൂർക്കാഞ്ചേരി, ശ്രീനാരായണപുരം, ഇരിങ്ങൽ, എടച്ചേരി വില്ലേജ് ഓഫീസുകളാണ് സ്മാർട്ടാകുന്നത്. സമഗ്രമായ ഭവന നയം രൂപീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും ഭവന നിർമ്മാണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കുന്ന സാധാരണക്കാരുടെ സാമ്പത്തികത്തിന് അനുയോജ്യമായ ഭവന നിർമ്മാണങ്ങളാണ് കേരളം കാത്തിരിക്കുന്നതെന്നും ദേശീയ അന്തർദേശീയ തലത്തിൽ ഭവന നിർമ്മാണ മേഖലയിൽ വിദഗ്ധരായ വ്യക്തികൾ പങ്കെടുക്കുന്ന ശില്പശാലയിലെ ആശയങ്ങൾ കേരളത്തിലെ ഭവന നിർമ്മാണ മേഖലയിൽ ശക്തി പകരുമെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിലെ ലേ മെറിഡിയൻ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് സെക്രട്ടറി രാഹുൽ കൃഷ്ണ ശർമ്മ, ചെയർമാൻ PP സുനീർ, കിഫ്ബി അഡീഷണൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സത്യജിത്ത് രാജൻ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രചാരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ VIP ടാഗ് ലൈൻ വീഡിയോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പ്രകാശനം ചെയ്തു. സമ്മതിദാന അവകാശത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന VIP ടാഗ് ലൈൻ സംസ്ഥാന വ്യാപകമായി അവതരിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. വോട്ട് ഈസ് പവർ ആൻഡ് വോട്ടർ ഈസ് പവർഫുൾ, വോട്ട് ചെയ്യൂ VIP ആകൂ എന്ന ആശയമാണ് VIP മുന്നോട്ട് വയ്ക്കുന്നത്. പൊള്ളുന്ന വേനലിൽ കിളികൾക്ക് ദാഹജലമൊരുക്കി കോഴിക്കോട് ജില്ലാ ഭരണകൂടം. വേനലിൽ കിളികൾക്ക് വെള്ളവും ഭക്ഷണവും നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിളികളും കൂളാവട്ടെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു.
മാർച്ച് 2 മുതൽ 21 വരെ 20 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പയിൻ. വീടുകളിലും പരിസര പ്രദേശങ്ങളിലും കിളികൾക്കായി വൃത്തിയുള്ള പാത്രങ്ങളിൽ വെള്ളവും തീറ്റയും ഒരുക്കി ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതാണ് ചലഞ്ച്. കളക്ടറുടെ സോഷ്യൽ മീഡിയ പേജിൽ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ചും QR കോഡ് സ്കാൻ ചെയ്തും പൊതുജനങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ദിവസേന തിരഞ്ഞെടുക്കുന്ന മികച്ച ചിത്രങ്ങൾ കോഴിക്കോട് കളക്ടറുടെ സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെ പ്രസിദ്ധീകരിക്കും. ആലപ്പുഴ ജില്ലാ ഭരണകൂടവും സാമൂഹിക സന്നദ്ധ സേനയും ചേർന്ന് കളക്ടറേറ്റിൽ അഴകേറും കേരളം ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൽ ഉദ്ഘാടനം ചെയ്തു. സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ നിന്നും 5000 കിലോ ജൈവ അജൈവ മാലിന്യങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് കൈമാറി. സംസ്കരിക്കാൻ കഴിയുന്ന 2000 കിലോ ജൈവമാലിന്യം കളക്ടറേറ്റ് വളപ്പിലെ ജൈവമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംസ്കരിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ദുരന്ത നിവാരണ പ്രക്രിയയിൽ പരിശീലനം നൽകി. 3 സെഷനുകളിലായി നടന്ന പരിശീലനത്തിൽ ജില്ലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ, ദുരന്ത സാധ്യതകൾ, ഇൻസിഡൻസ് റെസ്പോൺസ് സിസ്റ്റം എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ADM കെ ദേവകി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു.